ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല പപ്സ് പോലുള്ളൊരു പലഹാരം ഉണ്ടാക്കാം. വളരെ ക്രിസ്പിയായ പലഹാരമാണ്. കുട്ടികൾക്ക് ക്ലാസ് വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് ഈ മാവ് ബാറ്ററാക്കി എടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കട്ടകെട്ടി പോകും. കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു വിസ്ക് കൊണ്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മാവ് ഇത്തിരി ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതേപോലെ മാവ് നല്ല ലൂസാക്കി വെക്കുക. ഇതേപോലെ ലൂസാക്കി മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ഏത്തപ്പഴം 4 മുറിച്ചിട്ട് ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് സിമ്മിലിടുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. പഴം ഒട്ടും തന്നെ കരിയാതെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ നെയ്യിൽ കിടന്ന് തന്നെ നന്നായിട്ട് വഴറ്റി വെന്തൊന്ന് ഉടയണം. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. ഈ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്ത അവലാണ്. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 3 കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സ്റ്റവ് എപ്പോഴും സിമ്മിലിട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്ന് പാകമായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് മറയൂർ ശർക്കരയാണ്. കല്ലും മണ്ണൊന്നും ഇല്ലാത്ത മറയൂർ ശർക്കരയുടെ പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് ചേർത്തത്. അല്ലാത്ത ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി അതിലേക്ക് 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പഴമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഉടയണം. അപ്പോൾ അവലും പഴവും ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സായിട്ട് ഇതേപോലെ വരണം. അതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ പാകമാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ഒരു ദോശപ്പാൻ വെക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൻ്റെ ബാറ്റർ അതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുത്താൽ വളരെ നൈസായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് സിമ്മിലിട്ടത് വേവിക്കുക. ഒരു വശം പാകമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പം നന്നായിട്ട് ആ വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ പ്ലേറ്റിലേക്ക് ഇടാം. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് മാവ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ മടക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല ഒട്ടിക്കിട്ടും. അത് ചൂടോടുകൂടി ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അപ്പുറം ഇപ്പുറം ഒന്ന് സൈഡ് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ആ ഗോതമ്പ് മാവിൻ്റെ ബാറ്റർ തന്നെ ഒരു ഇത്തിരി എടുത്ത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി ഇതേപോലെ ഞാൻ ബാറ്റർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പലഹാരം വെച്ച് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. നല്ല പപ്സ് പോലെ ഇരിക്കും. പപ്സോ സമൂസ പോലെയൊക്കെ നല്ല മൊരിയിച്ചെടുക്കുക. സിമ്മിലിട്ട് മൊരിയിക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഉള്ളിലൊക്കെ നമുക്ക് ബാറ്റർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവലും ശർക്കരയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. ആ വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 വശം മൊരിയിച്ച് ഇതേപോലെ എടുക്കുക. ബാക്കിയുള്ളതും അതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും.
വളരെ എളുപ്പമല്ലേ, ഇത് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുകയില്ല. അപ്പോൾ ശരിക്കും നമ്മളൊരു ദോശമാവ് കൊണ്ടല്ലേ നമ്മളിത് തയ്യാറാക്കിയത്, പക്ഷേ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് പറയില്ല. അത്രയും ടേസ്റ്റാണ് ഇതിന് കഴിക്കാനായിട്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് ഒരെണ്ണം മതി, അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെക്കണ അത്രയും മതിയാവും. ഇതേപോലെ മുറിച്ചൊന്ന് കഴിച്ചു നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.